ബഹുമാന്യരെ, സംഘാടനം, നേതൃത്വം, അങ്ങനെ ഒരു വിഷയമാണ് എനിക്ക് ഈ വേദിയിൽ സംസാരിക്കാനായിട്ട് സംഘാടകർ നൽകിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു 50 വർഷമായി സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. സർക്കാർ സർവീസിലെ ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു. സർവീസിലുള്ളപ്പോൾ കേരള ഗസറ്റഡ് ഓഫീസ് ഫെഡറേഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി 17 വർഷം പ്രവർത്തിച്ചു. സാഹിതി സല്ലാപം എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ജനറൽ മാനേജറായിട്ട് 12 വർഷക്കാലം 2013 മുതൽ പ്രവർത്തിക്കാനും അവസരമുണ്ടായി. 10 പുസ്തകങ്ങൾ, അതിൽ 3 എണ്ണം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. 7 പുസ്തകങ്ങൾ മലയാളത്തിൽ തന്നെ പൊതുവായനയ്ക്കായിട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഞാൻ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഇവിടുത്തെ സമയച്ചുരുക്കം കൊണ്ട് സ്റ്റേജിലെത്തുന്ന ആളുകളെ പരിചയപ്പെടുത്താൻ ഒരവസരം സമയം കിട്ടിയില്ല. അതുകൊണ്ടൊന്ന് സ്വയം പരിചയപ്പെടുത്തണമെന്ന് സംഘാടകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. കേരള സോഷ്യൽ മീഡിയ സാഹിത്യ ഫെസ്റ്റിവൽ, ലിറ്റററി ഫെസ്റ്റിവൽ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട തുളസി സാറ് വർഷങ്ങളായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. സാക്ഷിയുടെ സംഘാടകൻ അനസ്, അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഞാനും കൂടി ഈ സമ്മേളനത്തിൽ കുറച്ച് സമയം പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടത്. തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ളത്. ഈ ലിറ്റററി ഫെസ്റ്റ് ഇനി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ തുടർന്നുള്ള വർഷങ്ങളിൽ നിശ്ചയമായിട്ടും സംഘടിപ്പിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുമായി കൂടാനൊരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 2 ദശകങ്ങളായി ലോകത്തെ നയിക്കുന്ന, ലോകത്തിൻ്റെ വികസനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടേതായ കയ്യൊപ്പ് ചാർത്തി ചെറുതും വലുതുമായ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ്, അതിൻ്റെ നേതാക്കളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. കൊണ്ട് നേതൃത്വത്തെക്കുറിച്ചോ സംഘടനത്തെക്കുറിച്ചോ നിങ്ങളോട് അധികം പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം. ഞാൻ വളരെ ചുരുക്കത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുക മാത്രമാണ്, കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യത്തിൽ നമുക്ക് തുടങ്ങാം. മെൻ മേക്ക് ഹിസ്റ്ററി ആൻഡ് നോട്ട് ദി അതർ വേ അറൗണ്ട്.
In periods where there is no leadership, society stands still. Progress occurs when courageous, skillful leaders seize the opportunity to change things for the better. അപ്പോൾ നേതൃത്വമില്ലാത്ത കാലത്ത് സമൂഹം നിശ്ചലമായി നിൽക്കുമെന്നും ധൈര്യവും കഴിവും ഉള്ള നേതാക്കന്മാർ അവസരത്തിനൊത്തുയർന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളും ഏതാണ്ട് അതൊക്കെ ശരിവെക്കുന്നതാണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ സംഘടിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായ കടമയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു ജോലിയും അതുതന്നെയാണ്. ഒരു നേതാവ് സംഘടനയിൽ കൂടെയാണ് ജനിക്കുന്നത്. സംഘടനയുടെ നേതാവ് വളരുകയും ചെയ്യും. മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ചാലക ശക്തിയാണ് സംഘടനയും നേതാവും. ലീഡേഴ്സ് ഈസ് ആക്ഷൻ, ലീഡർഷിപ്പ് ഈസ് ആക്ഷൻ, നോട്ട് പൊസിഷൻ. ഇപ്പോൾ ഒരു സംഘടനയുടെ അഡ്മിൻ ആയതുകൊണ്ടോ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടോ പ്രസിഡന്റ് ആയതുകൊണ്ടോ നേതാവാവണമെന്നില്ല. അയാളുടെ പ്രവൃത്തികളാണ് അയാളെ നേതാവ് ആക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്ന ആളുകളാണ് നേതാക്കന്മാർ. നേതാക്കന്മാർ വളരുകയല്ല ജനിക്കുകയാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. നേതൃത്വ ഗുണം ജന്മസിദ്ധമാണെന്നും പരിശീലനം കൊണ്ട് നേടാനാവുന്നതല്ലെന്നുമാണ് ഈ പറഞ്ഞതിനർത്ഥം. ഒരു ഗാന്ധിജിയോ ലെനിനോ എബ്രഹാം ലിങ്കണോ ആകാൻ മറ്റാർക്കും കഴിയില്ല എന്നാണ് ഈ വാദത്തിന് ഉപോത്ബലകമായി പറയുന്നത്. ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയുമൊക്കെ ഒരു പരിധിവരെ വ്യക്തിപരമാണെന്ന് സമ്മതിക്കാം. എന്നാൽ നേതാവിനത് മാത്രം പോരാ. മഹാന്മാരായ നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ കാലഘട്ടത്തിൻ്റെ വിളികേട്ട് ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൊണ്ട് നേതൃത്വത്തിലെത്തിയവരാണെന്ന് കാണാം. വ്യക്തമായ ലക്ഷ്യബോധവും ആത്മാർത്ഥതയുമുള്ള ഒരു പ്രവർത്തകന് സ്ഥിരോത്സാഹത്തിൽ കൂടിയും പരിശ്രമത്തിൽ കൂടിയും നേതൃത്വ ഗുണങ്ങൾ കൈവരിക്കുന്നതിനും സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെറുതോ വലുതോ ആയ ഒരു വിഭാഗത്തെ ഒരു പൊതു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നയിക്കാനും കഴിയും എന്നാണ് ചരിത്രം പറയുന്നത്. നേതാക്കന്മാർ 4 വിധമുണ്ടെന്നാണ് ചൈനീസ് ചിന്തകനായ ലാവോത്സു പറയുന്നത്. 1. ജനങ്ങൾ സ്നേഹിക്കുന്ന നേതാവ്. ജനങ്ങളോടൊപ്പം നടന്ന് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണവർ. നേതാവാണെന്ന് ജനം അറിയുകയില്ല. കൂടെ നടക്കുന്നവർക്ക് അദ്ദേഹത്തോട് സ്നേഹമായിരിക്കും. രണ്ടാമതൊരു കൂട്ടർ ജനങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. അവരോട് ജനങ്ങൾക്ക് ബഹുമാനമാണ്. ഇത്തരം നേതാക്കന്മാർ നല്ലവരാണെങ്കിലും ജനത്തോട് അകലം പാലിക്കും. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളെ കാണുന്നവരാണ് അവർ. അത് രണ്ടാമത്തെ കൂട്ടരാണ്. മൂന്നാമത്തെ കൂട്ടർ ജനങ്ങൾ ഭയപ്പെടുന്ന നേതാക്കന്മാരാണ്. അവർ ജനങ്ങളെ ഭരിക്കുന്നവരാണ്. പലവിധ മാർഗങ്ങളിലൂടെ ജനങ്ങളെ അടക്കി നിർത്തും. അതിന് പറ്റിയ തരത്തിൽ സംഘടനയെ അവർ മോൾഡ് ചെയ്തിരിക്കും. അനുയായികൾക്ക് ആനുകൂല്യം നൽകും. അതേപോലെ തന്നെ അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. ഇവരെ അനുയായികൾക്കും ജനങ്ങൾക്കും ഭയമായിരിക്കും. ഉദാഹരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ സാറിന് അറിയാം, ഇവർക്കും അറിയാം. നാലാമത്തെ കൂട്ടരാണ് ജനങ്ങൾ വെറുക്കുന്ന നേതാക്കന്മാരാണ് അവർ. ജനങ്ങളും അനുയായികളും അവരെ വെറുക്കും. ജനങ്ങളും അനുയായികളും അവരെ കണ്ടാൽ മാറി നടക്കും. സംഘടനാപരമായ ബാധ്യത കൊണ്ട് അവരെ അംഗീകരിക്കുന്നു എന്ന് മാത്രം. കുൽസിത മാർഗങ്ങളിലൂടെയാണ് ഇവർ നേതാക്കന്മാരാകുന്നത്. പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തെളിയുന്നുണ്ടാവും ഈ 4 ഉദാഹരണത്തിന്. ഞാൻ ആളുകളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ യുഎൽസു ആണിത് പറഞ്ഞു വെച്ചത്. ഇനി വേറെ ഒരു വെർഷനുണ്ട്. നന്നായി പ്രസംഗിക്കുന്നവൻ നേതാവാണ്. നന്നായി പ്രസംഗിക്കുന്നത് കൊണ്ടും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും ഒരാൾ നല്ല നേതാവാകണമെന്നില്ല. ലക്ഷ്യബോധവും സേവന സന്നദ്ധതയും കഴിവുമാണ് പ്രധാനം.
അതോടൊപ്പം മറ്റ് ചില ഗുണങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിലൊന്ന്, മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനും അവരിൽ നിന്ന് പഠിക്കാനുമുള്ള കഴിവാണ്. ജനങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളിൽ നിന്ന് പഠിക്കാൻ സന്നദ്ധനാവാത്തവൻ നേതാവല്ല. സമൂഹത്തിൻ്റെ മിടിപ്പറിയണമെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പഠിക്കാൻ കഴിയണം. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണതല്ല. അതുപോലെ വേണ്ടപ്പോൾ മുൻഗണനാക്രമത്തിൽ പ്രവർത്തിക്കാനുള്ള കരുതലും ദൂരക്കാഴ്ചയും നേതാവിന് വേണം. ലക്ഷ്യത്തെക്കുറിച്ച് ഉയർന്ന പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും വേണം. ഇത് ക്രമേണ അണികളിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയണം. മറ്റുള്ളവർ കാട്ടുന്നതും പറയുന്നതും അനുകരിക്കുന്നവൻ നേതാവല്ല. കാര്യങ്ങളെ വിഭിന്ന വീക്ഷണകോണുകളിൽ നിന്ന് നോക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനും നേതാവിന് കഴിയണം. നേതാവ് സ്ഥൈര്യമുള്ളവനായിരിക്കണം. പ്രതിസന്ധികളിൽ അണികൾ വാടിയെന്ന് വരും, അവർ ഭയപ്പെട്ടെന്നിരിക്കും. പക്ഷേ നേതാവ് ഒരു കാരണവശാലും പതറാൻ പാടില്ല. ഒരു മുയലിൻ്റെ കഥയുണ്ട്. മുയൽ കാട്ടിലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ട് മുയൽ പേടിച്ചു. അവിടുന്ന് അത് ഓടാൻ തോന്നി. സമുദ്രതീരം ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. മറ്റു മൃഗങ്ങളൊക്കെ ഇത് കണ്ട് വിളിച്ചു ചോദിച്ചു, എന്തിനാ നീ ഓടുന്നേ? മുയല് ഒരക്ഷരം മിണ്ടാതെ പിന്നെ ഓടടാ ഓട്ടമാണ്. ഒടുവിലെ മുയല് മൃഗങ്ങളുടെ നിർബന്ധത്തിന് വഴിക്ക് പറഞ്ഞു, ഇതാ ലോകം അവസാനിക്കാൻ പോവുക, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നു, സമുദ്രതീരത്തേക്ക് നിങ്ങളെല്ലാവരും വാ എന്നും പറഞ്ഞ് മുയല് മുമ്പിലോടി മറ്റു മൃഗങ്ങളെല്ലാം പുറകെ വെച്ചു പിടിച്ചു. കാട്ടിലെ നേതാവ് സിംഹമാണല്ലോ. സിംഹം ഈ മൃഗങ്ങളുടെ കോലാഹലമൊക്കെ കേട്ട് പെട്ടെന്ന് അദ്ദേഹം ഈ മൃഗങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. അവരുണ്ടോ? നിൽക്കുന്നു. ജീവനിൽ ഭയമുള്ളവരെല്ലാം ഓടുകയാണ്. ഈ സിംഹം പെട്ടെന്ന് ഓടി എല്ലാ മൃഗങ്ങളുടെയും മുമ്പിൽ വന്നു ഗർജിച്ചു. എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു. എല്ലാ മൃഗങ്ങളും അവിടെ നിന്നു. സിംഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഓടിയത്? അത് മുയൽ ഓടുന്ന കണ്ട് ഞങ്ങൾ ഓടിയതാണ്. മുയലിനെ വിളിച്ചു ചോദിച്ചു, നീ എന്തിനാ ഓടിയേ? തമ്പുരാനെ, ഞാൻ കാട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അപ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ലോകം അവസാനിക്കാൻ നേരം ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. അപ്പൊ സിംഹം ചോദിച്ചു, നീ എവിടെ വെച്ചാണ് ഈ ശബ്ദം കേട്ടത്? മൃഗങ്ങളോടെല്ലാം സിംഹം തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. ഈ മുയലിനെയും പുറത്തിരുത്തി മുയൽ പറഞ്ഞ സ്ഥലത്തേക്ക് സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ മൃഗങ്ങളെല്ലാം കൂടെ വെച്ചുപിടിച്ചു. അവിടെ ചെന്നപ്പോഴേ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഈ മുയൽ കിടന്നുറങ്ങിയത്. ചുറ്റും നോക്കിയപ്പോൾ കുറേ നാളികേരം താഴെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ ഈ നാളികേരം താഴെ വീണതിൻ്റെ ശബ്ദമാണ് ഈ മുയൽ കേട്ടത്. അപ്പോൾ സിംഹം മൃഗങ്ങളോടെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാം ഓടി സമുദ്രതീരത്ത് പോയി സമുദ്രത്തിൽ പോയിരുന്നെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒന്നോടെ മരിച്ചുപോയേനെ. ഇതാണ് കാര്യം. അപ്പം യാഥാർത്ഥ്യം അറിയാതെ ഇങ്ങനെ പേടിച്ചോടരുത്. നേതാവ് സ്ഥൈര്യമുള്ളവനായിരിക്കണം. പ്രതിസന്ധികളിൽ അണികൾ വാടിയെന്ന് വരും, പേടിച്ചെന്ന് വരും. പക്ഷേ നേതാവ് ഒരിക്കലും പതറാൻ പാടില്ല. ആ സിംഹത്തിനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നേതാവ് സ്വഭാവശുദ്ധിയുള്ളവനായിരിക്കണം, വിശ്വസനീയനായിരിക്കണം. സ്വഭാവശുദ്ധി ഇല്ലാത്തവൻ എത്ര വലിയ നേതാവായാലും ആളുകൾ വിശ്വസിക്കില്ല. പിന്നെ നമ്മൾ പറയും അയാൾക്ക് നല്ല വ്യക്തിത്വമുണ്ട്. എന്താണ് ഈ വ്യക്തിത്വം? അത് പല കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് വ്യക്തിത്വം എന്ന് പറയാം. അറിവ്, അഭിപ്രായം, അച്ചടക്കം, ആത്മാഭിമാനം, ആത്മധൈര്യം, അധ്വാനം, ആരോഗ്യം, അർപ്പണബോധം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരാളുടെ വ്യക്തിത്വം. അപ്പോൾ സ്വഭാവശുദ്ധിയും വിശ്വസനീയമായ സ്വഭാവമുള്ള ആളും ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യമാവേണ്ടത്? ഒരു പൂവിൻ്റെ സുഗന്ധം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? പൂ പറഞ്ഞിട്ടാണോ? പൂ പറയുന്നില്ല എനിക്ക് സുഗന്ധമുണ്ടെന്ന്. നമ്മളത് സ്വാഭാവികമായി ആസ്വദിച്ചു പോവുകയാണ്. അതുപോലെ കാറ്റിൻ്റെ ശക്തി നമ്മളെ തഴുകുമ്പോൾ, നമ്മളെ തലോടുമ്പോൾ
അല്ലെങ്കിൽ നമ്മളെ പ്രകമ്പനം കൊള്ളിക്കുമ്പോഴൊക്കെയാണ് കാറ്റിന് ശക്തി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ശക്തി ഇല്ലെന്ന് നമ്മൾ അറിയുന്നത്. ഇതുപോലെ ഒരു നേതാവ് അയാളുടെ സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഒക്കെ അയാൾ പറഞ്ഞല്ല നമ്മൾ അറിയേണ്ടത്, ജനങ്ങൾക്ക് അനുഭവപ്പെടണം. അപ്പം 3 കാര്യങ്ങളാണ് ഒരു നേതാവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, ലക്ഷ്യം. ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അതുപോലെ ആ ലക്ഷ്യം നേടാൻ വേണ്ടി നല്ലൊരു സംഘടന കെട്ടിപ്പടുക്കണം. 3, ആ സംഘടനയിൽ അംഗങ്ങളായ വ്യക്തികൾ, അവരെ ഓരോരുത്തരെയായിട്ട് നേതാവ് മനസ്സിലാക്കി അവർക്ക് പറ്റിയ ജോലികൾ ഏൽപ്പിക്കണം. സംഘടനയ്ക്ക് വ്യക്തിയുടെ സ്വഭാവമല്ല, വ്യക്തികൾ ചേർന്നതാണെങ്കിലും വ്യക്തികളുടെ സ്വഭാവമല്ല സംഘടനയ്ക്ക്. വ്യക്തി മനുഷ്യൻ്റേതിൽ നിന്ന് വ്യത്യസ്തമാണ് സംഘടിത മനുഷ്യൻ്റെ കാഴ്ചപ്പാടും പ്രവർത്തന ശൈലിയും. എങ്കിൽ തന്നെ വ്യക്തികൾ ചേർന്നാണ് സംഘടന രൂപപ്പെടുന്നതെന്ന് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ മറന്നുകൂടാ. ഓരോ വ്യക്തിയെയും അവർ മനസ്സിലാക്കണം. അവർക്ക് എന്ത് കഴിവുണ്ട്, എന്ത് കഴിവില്ല, അത് മനസ്സിലാക്കി വേണം അവരെ ജോലികൾ ഏൽപ്പിക്കേണ്ടത്. വ്യക്തികളാണ് പിന്നീട് പ്രവർത്തകരായിട്ട് വരുന്നത്, പ്രവർത്തകരാണ് പിന്നീട് നേതാക്കന്മാരായിട്ട് വരുന്നത്. ബൈബിളിലെ ഒരു കഥയുണ്ട്. യേശുദേവൻ ഉപമകളിൽ കൂടിയാണ് അനുയായികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. അത് വിതക്കാരൻ്റെ ഉപമ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്കെല്ലാം അറിയാതെ. ഒരു വിതക്കാരൻ കുറേ വിത്ത് വിതച്ചു. അതിൽ ചിലത് വഴിയരികിൽ വീണു. അത് യാത്രക്കാരുടെ ചവിട്ടേറ്റ് ചതഞ്ഞരഞ്ഞു. കുറേ പക്ഷികൾ കൊത്തിത്തിന്നു. കുറേ വിത്തുകൾ പാറപ്പുറത്ത് വീണു. അത് കിളിച്ചു. പക്ഷേ വെള്ളം കിട്ടാത്തതുകൊണ്ട് അവ കരിഞ്ഞുണങ്ങിപ്പോയി. കുറേ വിത്തുകൾ മുൾച്ചെടികൾക്കുള്ളിലാണ് വീണത്. ആ ചെടികളും കിളിച്ചു വളർന്നു. പക്ഷേ മുൾച്ചെടികൾ അവരെ ഞെരിച്ചു കളഞ്ഞു. ഇനി കുറേ വിത്തുകൾ നല്ല മണ്ണിൽ വീണു. വെള്ളവും വളവുമുള്ള നല്ല മണ്ണിൽ വീണു. അത് കിളിർത്തു, അത് വളർന്നു, അതിന് നല്ല ഫലം കിട്ടി, 100 മേനി ഫലം. അപ്പം എല്ലാ വിത്തും ഒരുപോലെ നമ്മൾ കണക്കാക്കണ്ട. ഓരോ വ്യക്തിയെയും പ്രവർത്തകനെയും പ്രത്യേകമായി നോക്കണം. അത് പരിചരണം കൊടുക്കേണ്ടതിന് പരിചരണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് പ്രവർത്തകരും നേതാക്കന്മാരും ആക്കേണ്ടത് ഈ പ്രധാന നേതാവിൻ്റെ ജോലി തന്നെയാണ്. ഇനി നേതാവ് ഇന്ന തരത്തിലേ പ്രവർത്തിക്കാവൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പട്ടാള മേധാവി, അദ്ദേഹം ഒരു നേതാവാണ്. അവിടെ അച്ചടക്കത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ്. അനുയായികൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലേലും നേതാവ് പറയുന്നത് കേട്ടോണം, അല്ലെങ്കിൽ സേനയ്ക്ക് പുറത്താണ്, അല്ലെങ്കിൽ ശിക്ഷ വേണ്ടി വരും. പക്ഷേ നമ്മളെപ്പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഈ പട്ടാള മേധാവിയുടെ ശൈലി പറ്റില്ല. നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മളെല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കണം. അപ്പം ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് പ്രവർത്തനം. ലക്ഷ്യമെന്ന് പറയുന്നത് നക്ഷത്രത്തിലേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പെട്ടെന്നൊന്നും പ്രായോഗികമാകാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ ലക്ഷ്യമായി നമ്മൾ പ്രഖ്യാപിക്കരുത്. ഒരു പ്രത്യേക രീതിയിൽ അധ്വാനിച്ചാൽ എത്തിച്ചേരാവുന്നതായിരിക്കണം ലക്ഷ്യം. അതിനെ പ്രോഗ്രാംസ് ആക്കണം. ആ പ്രോഗ്രാംസിനെ അത് ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കാനുള്ള പരിപാടികളിലേക്ക് നടക്കണം. ഇതിൽ ബോധ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. ആശയം ആയുധമാണ്. അപ്പം ലക്ഷ്യം എന്താണെന്ന് നല്ലതുപോലെ പറഞ്ഞു മനസ്സിലാക്കാൻ നേതാവിന് കഴിയണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നേതൃത്വത്തിന് പലതരം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചങ്ങോട്ട് പോകുമ്പോഴേ അഹന്ത വരും, ഡെമ്പ്, തണ്ട്, തലക്കനം, ഇങ്ങനെ തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളതൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇടയാക്കാതെ അണികൾ തന്നെ അപ്പോഴപ്പോഴേ ആവശ്യമായ ചികിത്സ നൽകേണ്ടതുണ്ട്. ജനപ്രീതി പരീക്ഷിച്ച ഒരു ദേവൻ്റെ കഥയൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. മെർക്കുറി ദേവൻ, അദ്ദേഹത്തിന് തോന്നി ഒരുപാട് ദേവന്മാരുണ്ട്, എനിക്ക് എത്രമാത്രം ജനപ്രീതി ഉണ്ടെന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു യാത്രക്കാരൻ്റെ വേഷം ധരിച്ച് ഭൂമിയിലെത്തി. ഭൂമിയിലെ ഒരു ശില്പിയുടെ ആലയത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ആ ശില്പിയുടെ ആലയത്തിൽ അങ്ങനെ നടക്കുമ്പോഴേ ഓരോരോ ദൈവങ്ങളുടെ പ്രതിമകൾ അവിടെ
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രതിമയുടെയും മുന്നിൽ കൂടി ഇവർ നടന്നിട്ട് ആദ്യം ചെന്നത് ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമ അടുത്ത് ചെന്നപ്പോഴേ ഈ വേഷം മാറി വന്ന മെർക്കുറി ദേവൻ പറഞ്ഞു, ഇത് ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമയല്ലേ, ഇതിനെന്താണ് വില? അപ്പോൾ ശില്പി പറഞ്ഞു, 1 ഡ്രാക്മ. ഡ്രാക്മ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാണയമാണ്, ഏറ്റവും വില കുറഞ്ഞൊരു നാണയമാണ് 1 ഡ്രാക്മ. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴേ ഒരു സ്ത്രീയുടെ പ്രതിമ ഇരിക്കുന്നു. ഇത് ജൂണോ ദേവിയുടെ പ്രതിമയാണ്. സുന്ദരികളുടെ പ്രതിമയാവുമ്പോഴേ അല്പം വില കൂടും, ഇതിന് 2 ഡ്രാക്മയാണ് വില എന്ന് ശില്പി പറഞ്ഞു. കുറച്ച് നടന്ന് കുറേയൊക്കെ കണ്ടു കഴിഞ്ഞ് അവസാനം മെർക്കുറി ദേവന്റെ പ്രതിമ തന്നെ, ഈ വേഷം മാറിപ്പോയ ദേവന്റെ പ്രതിമ തന്നെ അവിടെ ഒരു സ്ഥലത്തിരിക്കുന്നു. അപ്പം മെർക്കുറി ദേവൻ അദ്ദേഹം ആരാണെന്ന് ഭാവിക്കാതെ അങ്ങോട്ട് പറഞ്ഞു, ദേവന്മാരുടെ സന്ദേശവാഹകനും ജനങ്ങൾക്ക് വ്യാപാര വിജയം നൽകുന്നവനുമായ മെർക്കുറി ദേവന്റെ പ്രതിമയല്ല ഇത്, അതിന് എന്ത് വില വരും? അപ്പം ശില്പി വളരെ നിസ്സംഗനായിട്ട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഒരു കച്ചവടം നടക്കട്ടെ, ആദ്യത്തെ 2 പ്രതിമയും പറഞ്ഞ വിലയ്ക്ക് എടുത്താൽ ഈ പ്രതിമ നിങ്ങൾക്ക് വെറുതെ തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ജനപ്രീതി പരീക്ഷിച്ച ദേവന്റെ കഥ. നമ്മളും എല്ലാ നേതാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണിത്. സമയക്കുറവ് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഇതൊരുപാട് പറയാനുണ്ട്, ഒരു ദിവസം തന്നെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ലിറ്റററി ഫെസ്റ്റിവലിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.